വെൽക്കം ടു ബുദ്ധ സ്റ്റേറ്റ്സ്. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് മെട്രോ സ്റ്റേഷനിൽ നിന്ന് 4 കിലോമീറ്റർ ഡിസ്റ്റൻസിൽ സ്ഥിതി ചെയ്യുന്ന ഒരു വില്ലയുടെ വിശേഷങ്ങളുമായിട്ടാണ്. ഇത് 50-ലധികം വില്ലകളുള്ള ഒരു വില്ല പ്രൊജക്റ്റാണ്. ഈ വില്ല പ്രൊജക്റ്റിനുള്ളിലായി സ്ഥിതി ചെയ്യുന്ന 4 BHK പ്ലസ് യൂട്ടിലിറ്റിയോട് കൂടിയ വീടാണ് ഞാൻ ഇന്ന് പരിചയപ്പെടുത്തുന്നത്. 4 സെൻറ്റ് സ്ഥലത്ത് 1950 സ്ക്വയർ ഫീറ്റിൽ 4 ബാത്ത് അറ്റാച്ച്ഡ് ബെഡ്റൂമുകളും യൂട്ടിലിറ്റി സ്പേസുമായിട്ടാണ് ഈ ഒരു വില്ല വരുന്നത്. ഈ വില്ലയുടെ മറ്റൊരു പ്രത്യേകത എന്തെന്നാൽ ഇത് ബസ് റൂട്ട് ഫ്രണ്ടേജ് ആയിട്ടാണ് വരുന്നത്. 50-ലധികം വില്ലകൾ ഉള്ള ഒരു നല്ല വില്ല കമ്മ്യൂണിറ്റിയിലാണ് ഈ ഒരു വീട് സ്ഥിതി ചെയ്യുന്നത്. ഈ വീട്ടിൽ നിന്ന് ആലുവയിലേക്കും കാമശ്ശേരിയിലേക്കും അതുപോലെ കാക്കനാടേക്കും എടപ്പള്ളിയിലേക്കും എല്ലാം തന്നെ ഈസി ആക്സസ് ആണ് ഉള്ളത്. അതുപോലെ തന്നെ കാർമൽ ഹോസ്പിറ്റലും രാജഗിരി ഹോസ്പിറ്റലും എല്ലാം തന്നെ ഈ ഒരു വില്ല പ്രൊജക്റ്റിന് അടുത്തായിട്ടാണ് സ്ഥിതി ചെയ്യുന്നത്. ഈ വില്ലയുടെ കൂടുതൽ ഡീറ്റെയിൽസിലേക്ക് നമുക്ക് പോകാം. വീടിൻ്റെ എലിവേഷൻ ഡീറ്റെയിൽസിലേക്ക് വന്നു കഴിഞ്ഞാൽ മോഡേൺ ബോക്സി എലിവേഷനിൽ അത്യാവശ്യം ടെക്സ്ചർ വർക്കുകളും സ്പോട്ട് ലൈറ്റും സിലിണ്ടറിക്കൽ ലൈറ്റ്സും ഒക്കെ കൊടുത്തിട്ടാണ് എലിവേഷൻ വന്നിട്ടുള്ളത്. വില്ലയ്ക്ക് തൊട്ട് ഫ്രണ്ടിലായി വരുന്ന ഈ ഒരു റോഡ് 3.5 മീറ്ററിലധികമാണ് വിഡ്ത്ത് വരുന്നത്. ഇത് ഡെഡ് എൻഡാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ഗസ്റ്റ് പാർക്കിങ്ങിനായിട്ടോ അല്ലെങ്കിൽ നമ്മുടെ ഒരു കാർ പാർക്കിങ്ങിനായിട്ടോ യൂസ് ചെയ്യാവുന്നതാണ്. വീടിൻ്റെ കോമ്പൗണ്ട് വാളിലേക്ക് വന്നു കഴിഞ്ഞാൽ അത്യാവശ്യം ടെക്സ്ചർ വർക്കും സ്പോട്ട് ലൈറ്റും ഒക്കെ കൊടുത്തിട്ടാണ് കോമ്പൗണ്ട് വാൾ വന്നിരിക്കുന്നത്. 5 മീറ്ററോളമാണ് ഇവിടെ ഗേറ്റിൻ്റെ ഓപ്പണിംഗ് സ്പേസ് വരുന്നത്. ഒരു ഭാഗത്ത് സ്ലൈഡിംഗ് ഗേറ്റും ഒരു ഭാഗത്ത് ഫോൾഡിംഗ് ഗേറ്റുമാണ് നൽകിയിരിക്കുന്നത്. CNC കട്ടിംഗ് ഒക്കെ കൊടുത്ത് ബ്ലാക്ക് വൈറ്റ് വുഡ് കോമ്പിനേഷനിലാണ് ഗേറ്റ് വന്നിരിക്കുന്നത്. ഗേറ്റ് കടന്ന് നമ്മൾ വരുന്നത് കടപ്പാക്കല്ലുകൾ പാകി ആർട്ടിഫിഷ്യൽ ഗ്രാസ് വിരിച്ച ഒരു മുറ്റത്തേക്കാണ്. പടിഞ്ഞാറ് ദർശനമായിട്ടുള്ള ഈ വീടിന് 2 കാർ പാർക്കിംഗ് സൗകര്യമാണ് വരുന്നത്. ഒരു SUV കാർ പാർക്കിങ്ങും ഒരു ചെറിയൊരു വാഹന പാർക്കിങ്ങുമാണ് ഉള്ളത്. ഇവിടെയായിട്ടാണ് SUV കാർ പാർക്കിംഗ് വരുന്നത്. 16 അടിയിലേറെ നീളവും 10 അടിയിലേറെ വീതിയുമാണ് ഈ ഒരു കാർ പാർക്കിങ്ങിന് ഉള്ളത്. ഈ ഒരു ഭാഗത്തായിട്ടാണ് പവർ പോയിന്റ് നൽകിയിരിക്കുന്നത്. വാൾ സീലിംഗ് വർക്കുകളൊക്കെ ചെയ്ത് സിലിണ്ടറിക്കൽ ലൈറ്റ് കൊടുത്തിട്ടാണ് ഈ ഒരു കാർ പോർച്ച് ഇവിടെ വന്നിരിക്കുന്നത്. ഞാനിപ്പോൾ ഈ വീടിൻ്റെ ഫ്രണ്ടിലായി വെസ്റ്റ് സൈഡിലാണ് ഉള്ളത്. 7.5 അടിയോളമാണ് ഇവിടുത്തെ വിഡ്ത്ത് വരുന്നത്. ഇവിടെയും കടപ്പാക്കല്ലുകൾ പാകി ആർട്ടിഫിഷ്യൽ ഗ്രാസ് ആണ് വന്നിരിക്കുന്നത്. ഇവിടെയായിട്ടാണ് രണ്ടാമത്തെ ചെറിയ കാർ പാർക്കിംഗ് സൗകര്യം വരുന്നത്. ഞാനിപ്പോൾ ഈ വീടിൻ്റെ നോർത്ത് സൈഡിലായിട്ടാണ് ഉള്ളത്. 5.5 അടിയോളമാണ് ഇവിടുത്തെ വിഡ്ത്ത് വരുന്നത്. ഇവിടെയായിട്ടൊരു ടാപ്പ് നൽകിയിട്ടുണ്ട്. കൂടാതെ ഇൻ്റർലോക്കിംഗ് കട്ടകളാണ് ഇവിടെ വന്നിരിക്കുന്നത്. ഇവിടെയായിട്ടാണ് നമ്മുടെ കിച്ചൺ വരുന്നത്. അതുകൊണ്ട് തന്നെ ഇത് വർക്ക് ഏരിയയ്ക്കുള്ള പ്രൊവിഷനായിട്ട് നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. വർക്ക് ഏരിയയ്ക്കുള്ള പ്ലാറ്റ്ഫോം ഇവിടെ ചെയ്തിട്ടിട്ടുണ്ട്. കൂടാതെ നോർത്ത് ഈസ്റ്റ് കോർണറിലായിട്ട് കിണറും നൽകിയിട്ടുണ്ട്. ഇത് വീടിൻ്റെ ഈസ്റ്റ് സൈഡാണ്. 4 അടിയോളമാണ് ഇവിടുത്തെ വിഡ്ത്ത് വരുന്നത്. ഇവിടെയും ഇൻ്റർലോക്ക് കട്ടകളാണ് വന്നിരിക്കുന്നത്. വീടിൻ്റെ ചുറ്റും അത്യാവശ്യം സ്പേസ് നൽകിയാണ് ഈ ഒരു വീട് കൺസ്ട്രക്ട് ചെയ്തിരിക്കുന്നത്. ഇത് വീടിൻ്റെ സൗത്ത് സൈഡാണ്. 3.5 അടിയോളമാണ് ഇവിടുത്തെ വിഡ്ത്ത് വരുന്നത്. ഈ ഒരു ഭാഗത്തും ഇൻ്റർലോക്ക് കട്ടകളാണ് വന്നിരിക്കുന്നത്. ഇവിടെ 2 ടാപ്പാണ് ഈ ഒരു സൈഡിലായിട്ട് നൽകിയിരിക്കുന്നത്. നമുക്കിനി ഈ വീടിൻ്റെ സിറ്റ് ഔട്ടിൻ്റെ ഡീറ്റെയിൽസിലേക്ക് വരാം. സിറ്റ് ഔട്ട് ഫുള്ളി ഗ്രാനൈറ്റിലാണ് ചെയ്തിരിക്കുന്നത്. 10 അടിയോളം നീളവും 4 അടിയിലേറെ വീതിയുമാണ് ഈ ഒരു സിറ്റ് ഔട്ടിന് ഉള്ളത്. 3-4 ചെയർ ഇടാനുള്ള സ്പേസ് നമുക്ക് ഇവിടെയായിട്ട് ലഭിക്കുന്നുണ്ട്. ഈ കോർണറായി വന്നിരിക്കുന്ന പില്ലറിന് ഹാഫ് പോർഷനോളം ടൈലാണ് നൽകിയിരിക്കുന്നത്. അത് മാറ്റ് ഫിനിഷ്. ഈ സെയിം ഫിനിഷിലുള്ള പില്ലർ തന്നെയാണ് കാർ പോർച്ചിലും നൽകിയിരിക്കുന്നത്. ഈ ഒരു ഭാഗത്തേക്ക് വന്നു കഴിഞ്ഞാൽ ടീക്ക് വുഡ് പാനലിംഗ് ആണ് ഈ ഒരു വാൾ കംപ്ലീറ്റ്ലി ചെയ്തിരിക്കുന്നത്. സിറ്റ് ഔട്ടിലും കാർ പോർച്ചിൽ കൊടുത്തിരിക്കുന്ന സെയിം ഫോൾ സീലിംഗ് വർക്കൊക്കെ ചെയ്ത് സിലിണ്ടറിക്കൽ ട്രാക്ക് ലൈറ്റ് ആണ് നൽകിയിരിക്കുന്നത്. പടിഞ്ഞാറ് ദർശനമായിട്ടുള്ള ഈ വീടിൻ്റെ മെയിൻ ഡോർ തേക്കിൻ തടിയിൽ 2 പാളികളായിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഫ്രെയിം പാനലിംഗ് ഒക്കെ ചെയ്ത് മനോഹരമായ ഒരു ഹാൻഡിലോട് കൂടിയാണ് ഈ ഒരു മെയിൻ ഡോർ വന്നിരിക്കുന്നത്. സിറ്റ് ഔട്ടിൽ നിന്ന് നമ്മൾ നേരെ വരുന്നത് ലിവിങ് സ്പേസിലേക്കാണ്. 10 അടി നീളവും 10 അടിയോളം തന്നെ വീതിയുമാണ് ഈ ഒരു ലിവിങ് സ്പേസിന് ഉള്ളത്. വെസ്റ്റിലേക്ക് 3 ഡോർ വിൻഡോയാണ് മുകളിലും താഴെയായിട്ട് നൽകിയിരിക്കുന്നത്. വിൻഡോകളെല്ലാം തന്നെ പാനലിംഗ് വർക്കും ചെയ്തിട്ടുണ്ട്. ഈ ഒരു പോർഷൻ ഡബിൾ ഹൈറ്റ് ആയിട്ടാണ് വരുന്നത്. മുകളിൽ ഫോൾ സീലിംഗ് വർക്കൊക്കെ ചെയ്ത് സ്ട്രിപ്പ് ലൈറ്റും സ്പോട്ട് ലൈറ്റും കൂടാതെ ഭംഗിയുള്ള ഒരു ഷാൻഡിലിയർ നൽകിയിട്ടുണ്ട്. ഈ ഒരു വോളിലേക്ക് വന്നു കഴിഞ്ഞാൽ പിങ്ക് ഷെയ്ഡിലുള്ള ടെക്സ്ചർ പെയിൻ്റ് ഒക്കെ കൊടുത്ത് ഗോൾഡൻ സ്ട്രിപ്പും നൽകി ഭംഗിയുള്ളൊരു വാൾ ലൈറ്റും നൽകിയിട്ടുണ്ട്. ഇവിടെയായിട്ട് ഒരു L ഷേപ്പിലുള്ള ഒരു കോർണർ സോഫ സെറ്റും അതുപോലെ തന്നെ ഒരു കോഫി ടേബിളിനുള്ള സ്പേസും നമുക്ക് ലഭിക്കുന്നുണ്ട്. ഇവിടെയായിട്ടാണ് നമ്മുടെ TV യൂണിറ്റ് സെറ്റ് ചെയ്തിരിക്കുന്നത്. വളരെ ഭംഗിയായിട്ടാണ് TV യൂണിറ്റിൻ്റെ പോർഷൻ വന്നിരിക്കുന്നത്.
റൊട്ടേറ്റ് ചെയ്യാവുന്ന ഒരു ടി വി യൂണിറ്റാണിത്. കൂടാതെ ഈ ഒരു ഭാഗത്തായിട്ട് അത്യാവശ്യം ഡെക്കർ സ്പേസ് വരുന്നുണ്ട്, താഴെ സ്റ്റോറേജ് വരുന്നുണ്ട്, മുകളിലും അത്യാവശ്യം ഡെക്കർ സ്പേസും സ്റ്റോറേജ് സ്പേസും ഒക്കെ വരുന്നുണ്ട്. ഡെക്കർ സ്പേസിനുള്ളിലായി സ്പോട്ട് ലൈറ്റ് ഒക്കെ കൊടുത്ത് അത്യാവശ്യം ഡെക്കർ ഐറ്റംസ് ഒക്കെ നൽകിയിട്ടുണ്ട്. ഈ ഒരു ടി വി യൂണിറ്റ് കണ്ടിന്യൂ ചെയ്ത് വരുന്ന പാനലിങ്ങിൽ സ്പോട്ട് ലൈറ്റ് ഒക്കെ കൊടുത്ത് ഈ ഒരു സൈഡിലും ഡെക്കർ സ്പേസ് വരുന്നുണ്ട്, അത്യാവശ്യം ഡെക്കർ ഐറ്റംസ് ഇവിടെയും വരുന്നുണ്ട്. ഈ ഒരു ഭാഗത്ത് സീലിംഗിലേക്ക് വന്നു കഴിഞ്ഞാൽ ഫോൾ സീലിംഗ് ഒക്കെ ചെയ്ത് LED സ്പോട്ട് ലൈറ്റും അതുപോലെ പ്രൊഫൈൽ ലൈറ്റും സ്ട്രിപ്പ് ലൈറ്റും കൊടുത്താണ് വന്നിരിക്കുന്നത്. ലിവിങ്ങിൽ നിന്ന് ഡൈനിങ്ങിലേക്ക് വരുമ്പോൾ ഈ ഒരു ഭാഗത്തായിട്ടാണ് താഴത്തെ നിലയിൽ ഫസ്റ്റ് ബെഡ്റൂം വരുന്നത്. ഇവിടെ നിന്നാണ് മുകളിലേക്കുള്ള സ്റ്റെയർ വരുന്നത്. സ്റ്റെയറിൻ്റെ താഴ്ഭാഗത്തായിട്ട് ഇൻവെർട്ടറിനുള്ള പോയിന്റ് നൽകിയിട്ടുണ്ട്. കൂടാതെ ഒരു റെക്ടാങ്കുലർ പോർഷനിൽ ആർട്ടിഫിഷ്യൽ ഗ്രാസ് ഒക്കെ കൊടുത്ത് സ്ട്രിപ്പ് ലൈറ്റും നൽകിയിട്ടുണ്ട്. ഇവിടെയായിട്ട് നമുക്കൊരു ഇൻഡോർ പ്ലാന്റ് ഒക്കെ സെറ്റ് ചെയ്യാവുന്നതാണ്. ഈ ഒരു ഭാഗത്തായിട്ടാണ് നമ്മുടെ സ്പേഷ്യസ് ആയ ഡൈനിങ് വരുന്നത്. 14 അടി നീളവും 11 അടി വീതിയുമുള്ള ഈ ഒരു ഡൈനിങ് സ്പേസിൽ ഒരു 8 സീറ്റർ ഡൈനിങ് ടേബിൾ ഈസി ആയിട്ട് നമുക്ക് സെറ്റ് ചെയ്യാവുന്നതാണ്. ഈ ഒരു ഡൈനിങ് സ്പേസിൻ്റെ പോർഷൻ വരുന്നത് ഡബിൾ ഹൈറ്റ് ആയിട്ടാണ്. മുകളിലായിട്ട് ഫോൾ സീലിംഗ് വർക്കൊക്കെ ചെയ്ത് സ്പോട്ട് ലൈറ്റും പ്രൊഫൈൽ ലൈറ്റും ഭംഗിയുള്ള ഒരു ഷാൻഡിയർ നൽകിയിട്ടുണ്ട്. ഇവിടെയായിട്ട് ഈസ്റ്റിലേക്ക് 2 ഡോറിൻ്റെ വലുപ്പമുള്ള വിൻഡോ നൽകി ഫ്രെയിം പാനലിംഗ് ഒക്കെ ചെയ്തിട്ടുണ്ട്. ഈ ഒരു കോർണറിലായിട്ടാണ് വാഷ് കൗണ്ടർ സെറ്റ് ചെയ്തിരിക്കുന്നത്. ജാഗ്വാറിൻ്റെ വാഷ് കൗണ്ടറാണ് നൽകിയിരിക്കുന്നത്. കൗണ്ടർ ടോപ്പായിട്ട് നാനോ വൈറ്റിൻ്റെ മെറ്റീരിയലാണ് വരുന്നത്. താഴെയും സൈഡിലുമായിട്ട് സ്റ്റോറേജ് വരുന്നുണ്ട്. കൂടാതെ ഈ ഒരു സൈഡിലായിട്ട് ഡക്കർ സ്പേസും വരുന്നുണ്ട്. അതിൽ അത്യാവശ്യം ഡക്കർ ഐറ്റംസ് ഒക്കെ കൊടുത്ത് സ്പോട്ട് ലൈറ്റും നൽകിയിട്ടുണ്ട്. മുകളിലായിട്ട് സിലിണ്ടറിക്കൽ ലൈറ്റാണ് വരുന്നത്. ബാക്ക് സൈഡ് ഫുള്ള് ലൂവേർഡ് ഡിസൈനുള്ള പാനലിംഗ് നൽകി ഭംഗിയുള്ള മിററും വരുന്നുണ്ട്. ഈ ഒരു ഭാഗത്തായിട്ടാണ് ഈ വീടിൻ്റെ ഓപ്പൺ കിച്ചൺ വരുന്നത്. ഇവിടെയായിട്ട് ഒരു ക്രോക്കറി ഷെൽഫും നൽകിയിട്ടുണ്ട്. താഴെ അത്യാവശ്യം സ്റ്റോറേജ് വരുന്നുണ്ട്. ഭംഗിയായിട്ട് തന്നെയാണ് ഈ ഒരു ക്രോക്കറി യൂണിറ്റൂടെ സെറ്റ് ചെയ്തിരിക്കുന്നത്. ഇവിടെയായിട്ടാണ് താഴത്തെ നിലയിലെ രണ്ടാമത്തെ ബെഡ്റൂം വരുന്നത്. ഈ ഒരു ഡൈനിങ് സ്പേസിൻ്റെ സീലിംഗിലേക്ക് വന്നു കഴിഞ്ഞാൽ ഫോൾ സീലിംഗ് വർക്കൊക്കെ ചെയ്ത് സ്പോട്ട് ലൈറ്റും സ്ട്രിപ്പ് ലൈറ്റും പ്രൊഫൈൽ ലൈറ്റും ഒക്കെ കൊടുത്തിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഇവിടെയായിട്ടാണ് ലിവിങ് സ്പേസിൽ നമ്മൾ കണ്ട റൊട്ടേറ്റ് ചെയ്യാവുന്ന TV യൂണിറ്റ് വരുന്നത്. ഈ വീട്ടിൽ വി-ഗാർഡിൻ്റെ വയേഴ്സും ഗോൾഡ് മെഡലിൻ്റെ സ്വിച്ചസുമാണ് യൂസ് ചെയ്തിരിക്കുന്നത്. എല്ലാം തന്നെ ഗ്ലോസി പാറ്റേണിലുള്ള ടൈലാണ് വന്നിരിക്കുന്നത്. നമുക്കിനി ഈ വീടിൻ്റെ ഓപ്പൺ കിച്ചണിലേക്ക് വരാം. കിച്ചൻ്റെ ഈ ഒരു ഭാഗത്തായിട്ട് ചെറിയൊരു കൗണ്ടർ നൽകിയിട്ടുണ്ട്. ഇതിൻ്റെ ബാക്ക് സൈഡിൽ സ്റ്റോറേജ് ആണ് വരുന്നത്. ഈ ഒരു സൈഡിലായിട്ട് അത്യാവശ്യം ഡെക്കർ സ്പേസ് വരുന്നുണ്ട്. ഡെക്കർ സ്പേസിൽ സ്പോട്ട് ലൈറ്റ് ഒക്കെ കൊടുത്ത് ഭംഗിയായിട്ടാണ് വരുന്നത്. കൂടാതെ പാനലിങ്ങിൽ ഭംഗിയുള്ളൊരു ഹാങ്ങിങ് ലൈറ്റ് നൽകി സ്പോട്ട് ലൈറ്റ് ഒക്കെ കൊടുത്ത് ചെയ്തിട്ടുണ്ട്. നോർത്ത് ഈസ്റ്റ് കോർണറിലായിട്ട് വരുന്ന ഈ ഒരു കിച്ചണിൽ 9.5 അടിയിലേറെ നീളവും 9.5 അടിയിലേറെ തന്നെ വീതിയുമാണ് ഉള്ളത്. ഈസ്റ്റിലേക്ക് സ്റ്റൗവിനുള്ള പ്രൊവിഷൻ നൽകിയിരിക്കുന്നു. ഈസ്റ്റിലേക്ക് ഒരു 3 ഡോറിൻ്റെ വിൻഡോയും നൽകിയിട്ടുണ്ട്. കൗണ്ടർ ടോപ്പായിട്ട് ഗ്രാനൈറ്റ് ആണ് നൽകിയിരിക്കുന്നത്. 3 ലെയറായിട്ട് ധാരാളം സ്റ്റോറേജ് സ്പേസ് ഈ ഒരു കിച്ചണിൽ നൽകിയിട്ടുണ്ട്. ഈ ഒരു സൈഡിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ ഓപ്പൺ ബോക്സ് നൽകി സ്ട്രിപ്പ് ലൈറ്റ് ഒക്കെ പ്രൊവൈഡ് ചെയ്ത് സ്പോട്ട് ലൈറ്റും നൽകിയിട്ടുണ്ട്. ഇവിടെയായിട്ട് മോഡേൺ കിച്ചൺ സിങ്ക് ആണ് നൽകിയിരിക്കുന്നത്. ഈ ഒരു കിച്ചൻ്റെ സീലിംഗ് വർക്കിലേക്ക് വന്നു കഴിഞ്ഞാൽ ഫോൾ സീലിംഗ് വർക്കൊക്കെ ചെയ്ത് LED ലൈറ്റും സ്ട്രിപ്പ് ലൈറ്റും കൊടുത്താണ് വന്നിരിക്കുന്നത്. ഈ ഒരു ഭാഗത്തായിട്ട് വലിയ ഒരു ഫ്രിഡ്ജിനുള്ള സ്പേസ് തന്നെ നൽകിയിട്ടുണ്ട്. ഈ ഒരു ഭാഗത്തും പവർ പോയിന്റ് നൽകിയിട്ടുണ്ട്. ഇവിടെയായിട്ടാണ് താഴത്തെ നിലയിലെ ഫസ്റ്റ് ബെഡ്റൂം വരുന്നത്. ഈ ബെഡ്റൂമിൻ്റെ ഡോർ വുഡിലാണ് ചെയ്തിരിക്കുന്നത്. ഫ്രെയിം പാനലിംഗ് ഒക്കെ ചെയ്തിട്ടുണ്ട്. സൗത്ത് വെസ്റ്റ് കോർണറിലായിട്ട് വരുന്ന ഈ ഒരു ബെഡ്റൂമിന് 13 അടിയിലേറെ നീളവും 10.5 അടിയോളം വീതിയുമാണ് ഉള്ളത്. വെസ്റ്റിലേക്ക് വലുപ്പമുള്ളൊരു വിൻഡോയും സൗത്തിലേക്ക് 2 സിംഗിൾ ഡോർ വിൻഡോയും നൽകി ഫ്രെയിം പാനലിംഗ് ഒക്കെ ചെയ്തിട്ടുണ്ട്. കൂടാതെ ഈ ഒരു ബെഡ്റൂമിന് 2 ബെഡ് സൈഡ് ടേബിൾസും നൽകിയിട്ടുണ്ട്. സീലിംഗിലേക്ക് വന്നു കഴിഞ്ഞാൽ സീലിംഗ് വർക്കുകളൊക്കെ ചെയ്ത് LED ലൈറ്റും പ്രൊഫൈൽ ലൈറ്റും സ്ട്രിപ്പ് ലൈറ്റും ഒക്കെ കൊടുത്തിട്ടാണ് വന്നിരിക്കുന്നത്. ഈ ഒരു കോർണറിലായിട്ടാണ് നമ്മുടെ വാൾഡ്രോബ് വരുന്നത്. വലുപ്പമുള്ള ഒരു വാൾഡ്രോബ് തന്നെയാണ് നൽകിയിരിക്കുന്നത്. വാൾഡ്രോബിൻ്റെ മുകൾ ഭാഗത്തായിട്ട് ധാരാളം സ്റ്റോറേജ് നൽകിയിട്ടുണ്ട്. അതുപോലെ തന്നെ വാൾഡ്രോബിൻ്റെ ഈ ഒരു സൈഡിലായിട്ട് ഒരു ഡ്രസ്സിംഗ് യൂണിറ്റ് വരുന്നുണ്ട്. ഇവിടെയായിട്ടാണ് ഈ ബെഡ്റൂമിൻ്റെ അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നത്. ഫൈബർ ഡോറാണ് നൽകിയിരിക്കുന്നത്. കയറി വരുമ്പോൾ തന്നെ ഒരു വാഷ് കൗണ്ടർ നൽകിയിട്ടുണ്ട്. താഴെ സ്റ്റോറേജും ഭംഗിയുള്ളൊരു മിററും നൽകിയിട്ടുണ്ട്. കൂടാതെ ജാഗ്വാറിൻ്റെ ഫ്ലക്ഷൻ സിസ്റ്റവും സെറയുടെ വാട്ടർ ക്ലോസറ്റുമാണ് നൽകിയിരിക്കുന്നത്. ആസ്ട്രലിൻ്റെ ഡൈവേർട്ടറാണ് നൽകിയിരിക്കുന്നത്. കൂടാതെ ഹീറ്ററിനുള്ള പോയിന്റും എക്സ്ഹോസ്റ്റ് ഫാനും ഈ ഒരു ബാത്റൂമിൽ നൽകിയിട്ടുണ്ട്. സീലിംഗ് വർക്കുകളൊക്കെ ചെയ്ത് സീലിംഗ് ലൈറ്റോട് കൂടിയാണ് ഈ ഒരു ബാത്റൂം വരുന്നത്. ഇവിടെയായിട്ടാണ് ഈ വീടിൻ്റെ താഴത്തെ നിലയിലെ രണ്ടാമത്തെ ബെഡ്റൂം വരുന്നത്. ബെഡ്റൂമിൻ്റെ ഡോർ വുഡിലാണ് ചെയ്തിരിക്കുന്നത്. ഫ്രെയിം പാനലിംഗ് ഒക്കെ ചെയ്തിട്ടുണ്ട്. നോർത്ത് വെസ്റ്റ് കോർണറായി വരുന്ന ഈ ഒരു ബെഡ്റൂമിന് 13.5 അടിയിലേറെ നീളവും 10 അടിയോളം വീതിയുമാണ് ഉള്ളത്. വെസ്റ്റിലേക്ക് വലുപ്പമുള്ളൊരു വിൻഡോയും നോർത്തിലേക്ക് 2 സിംഗിൾ ഡോർ വിൻഡോയും നൽകി ഫ്രെയിം പാനലിംഗ് ഒക്കെ ചെയ്തിട്ടുണ്ട്. ഈ ഒരു ബെഡ്റൂമിന് ഒരു സൈഡ് ടേബിളാണ് നൽകിയിരിക്കുന്നത്. കൂടാതെ ഒരു സൈഡിലായിട്ട് മാറി ഒരു വലിയ വാൾഡ്രോബും അതിനോട് ചേർന്ന് തന്നെ ഒരു ലാപ്ടോപ്പ് ടേബിളും നൽകിയിട്ടുണ്ട്. ലാപ്ടോപ്പ് ടേബിളിനോട് ചേർന്ന് ഒരു സ്റ്റോറേജ് മുകളിലായിട്ട് ഓപ്പൺ ബോക്സും വരുന്നുണ്ട്. വാൾഡ്രോബിൻ്റെ മുകൾ ഭാഗത്തായിട്ട് ധാരാളം സ്റ്റോറേജും നൽകിയിട്ടുണ്ട്.
സീലിംഗിലേക്ക് വന്നു കഴിഞ്ഞാൽ LED ലൈറ്റും പ്രൊഫൈൽ ലൈറ്റും അതുപോലെ തന്നെ സ്ട്രിപ്പ് ലൈറ്റും കൊടുത്താണ് വന്നിരിക്കുന്നത്. കൂടാതെ ഒരു കോർണറിലായിട്ട് ഡ്രസ്സിംഗ് യൂണിറ്റും നൽകിയിട്ടുണ്ട്. ഇവിടെയായിട്ടാണ് ഈ ബെഡ്റൂമിൻ്റെ അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നത്. ഫൈബർ ഡോറാണ് നൽകിയിരിക്കുന്നത്. കയറി വരുമ്പോൾ തന്നെ സെറയുടെ ഒരു വാഷ് കൗണ്ടറും മിററും നൽകിയിട്ടുണ്ട്. കൂടാതെ ആസ്റ്റലിൻ്റെ ഡൈവേർട്ടറാണ് നൽകിയിരിക്കുന്നത്. സെറയുടെ വാട്ടർ ക്ലോസറ്റും ജാഗ്വറിൻ്റെ ഫ്ലഷിംഗ് സിസ്റ്റവുമാണ് വരുന്നത്. ഹീറ്ററിനുള്ള പോയിന്റും എക്സോസ്റ്റ് ഫാനും ഈ ഒരു ബാത്റൂമിൽ നൽകിയിട്ടുണ്ട്. സീലിംഗ് വർക്കുകളൊക്കെ ചെയ്ത് LED സീലിംഗ് ലൈറ്റോട് കൂടിയാണ് ഈ ഒരു ബാത്റൂമിൽ വരുന്നത്. നമുക്കിനി ഈ വീടിൻ്റെ സ്റ്റെയറിൻ്റെ ഡീറ്റെയിൽസിലേക്ക് വരാം. സ്റ്റെപ്പുകളെല്ലാം തന്നെ ഫ്ലോട്ടിംഗ് സ്റ്റൈലിലാണ് നൽകിയിരിക്കുന്നത്. കൂടാതെ വുഡൻ ടെക്സ്ചറിലുള്ള മാറ്റ് ഫിനിഷ് സ്റ്റൈലാണ് നൽകിയിരിക്കുന്നത്. ഹാൻഡ് റെയിൽ വുഡും ഗ്ലാസും ഉപയോഗിച്ചാണ് ചെയ്തിരിക്കുന്നത്. ഹാൻഡ് റെയിൽ നമ്മുടെ ലെഫ്റ്റ് സൈഡിലായിട്ടാണ് വരുന്നത്. ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനാണ് സ്റ്റെയർ വരുന്നത്. സ്റ്റെപ്പ് ലൈറ്റിന് പകരം പ്രൊഫൈൽ ലൈറ്റ് നൽകി രണ്ട് സൈഡിലും വുഡൻ ബീഡിംഗ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. കൂടാതെ സ്റ്റെയർ കയറി വരുന്ന സ്റ്റെയറിനോട് ചേർന്ന വോളിലായിട്ട് ഗ്രേ കളറിലുള്ള ടെക്സ്ചർ പെയിൻറ്റ് കൊടുത്ത് ഗോൾഡൻ സ്ട്രിപ്പും നൽകിയിട്ടുണ്ട്. കൂടാതെ പെർമനൻറ്റ് ഗ്ലാസ് വിൻഡോയും ഒരു ഭംഗിയുള്ള വോൾ ലൈറ്റും നൽകിയിട്ടുണ്ട്. സ്റ്റെയർ കയറി നമ്മൾ വരുന്നത് ചെറിയൊരു ലിവിങ് സ്പേസിലേക്കാണ്. 15 അടിയോളം നീളവും 7.5 അടിയിലേറെ വീതിയുമാണ് ഈ ഒരു ലിവിങ് സ്പേസിന് ഉള്ളത്. ലിവിങ് സ്പേസിൻ്റെ ഈ ഒരു ഭാഗത്തായിട്ടാണ് യൂട്ടിലിറ്റി റൂമിലേക്കുള്ള ഓപ്പണിംഗ് വരുന്നത്. ഇവിടെയായിട്ട് ഒരു സ്റ്റഡി ടേബിൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. താഴെ മുകളിലോട്ട് അത്യാവശ്യം സ്റ്റോറേജും ഓപ്പൺ ബോക്സും ഒക്കെ കൊടുത്തിട്ടാണ് ഈ ഒരു സ്റ്റഡി ടേബിൾ വന്നിരിക്കുന്നത്. ഇവിടെയായിട്ടാണ് മുകളിലത്തെ നിലയിലെ ഫസ്റ്റ് ബെഡ്റൂം വരുന്നത്. ഇവിടെയായിട്ട് വരുന്നത് താഴത്തെ ലിവിങ് സ്പേസിൻ്റെ ഡബിൾ ഹൈറ്റ് പോർഷനാണ്. ഈ ഒരു ഭാഗത്തെ സീലിംഗിലേക്ക് വന്നു കഴിഞ്ഞാൽ ഫോൾ സീലിംഗ് വർക്കൊക്കെ ചെയ്ത് സ്പോട്ട് ലൈറ്റും പ്രൊഫൈൽ ലൈറ്റും സ്ട്രിപ്പ് ലൈറ്റും ഒക്കെ കൊടുത്ത് ഭംഗിയായിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഇവിടെയായിട്ട് ബാൽക്കണിയിലേക്കുള്ള ഓപ്പണിംഗ് ആണ് വരുന്നത്. ഈ ഒരു ഭാഗത്തായിട്ടാണ് മുകളിലത്തെ നിലയിലെ രണ്ടാമത്തെ ബെഡ്റൂം വരുന്നത്. ഇത് ഡൈനിങ് സ്പേസിൻ്റെ ഡബിൾ ഹൈറ്റ് പോർഷനാണ്. ഇവിടെയായിട്ടാണ് മുകളിലത്തെ നിലയിലെ ഫസ്റ്റ് ബെഡ്റൂം വരുന്നത്. ഈ ബെഡ്റൂമിൻ്റെ ഡോറും വുഡിലാണ് ചെയ്തിരിക്കുന്നത്. സൗത്ത് വെസ്റ്റ് കോർണറായിട്ടുള്ള ഈ ഒരു ബെഡ്റൂമിനും 14 അടിയിലേറെ നീളവും 10.5 അടിയോളം വീതിയുമാണ് ഉള്ളത്. സൗത്തിലേക്ക് 2 സിംഗിൾ ഡോർ വിൻഡോയും വെസ്റ്റിലേക്ക് വലുപ്പമുള്ളൊരു വിൻഡോയുമാണ് നൽകിയിരിക്കുന്നത്. വിൻഡോയുടെ ഫ്രെയിം പാനലിംഗ് ചെയ്തിട്ടുണ്ട്. ഈ ഒരു ബെഡ്റൂമിനും 2 സൈഡ് ടേബിൾ നൽകിയിട്ടുണ്ട്. ബെഡ് സൈഡ് ടേബിളാണ്. കൂടാതെ സീലിംഗിലേക്ക് വന്നു കഴിഞ്ഞാൽ LED സീലിംഗ് ലൈറ്റും സ്ട്രിപ്പ് ലൈറ്റും ഒക്കെ കൊടുത്താണ് ചെയ്തിരിക്കുന്നത്. ഈ ഒരു സൈഡിലായിട്ടാണ് വലുപ്പമുള്ള ഒരു വാൾഡ്രോബും ഡ്രസ്സിംഗ് യൂണിറ്റും നൽകിയിരിക്കുന്നത്. ഇവിടെയായിട്ടാണ് ഈ ബെഡ്റൂമിൻ്റെ അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നത്. ഫൈബർ ഡോറാണ് നൽകിയിരിക്കുന്നത്. കയറി വരുമ്പോൾ തന്നെ ഒരു വാഷ് കോണും താഴെ സ്റ്റോറേജും മിററും നൽകിയിട്ടുണ്ട്. കൂടാതെ എസ്കോയുടെ വാട്ടർ ക്ലോസറ്റാണ് നൽകിയിരിക്കുന്നത്. ആസ്ട്രലിൻ്റെ ഡൈവേർട്ടറാണ് കൊടുത്തിരിക്കുന്നത്. ഹീറ്ററിനുള്ള പോയിന്റും എക്സോസ്റ്റ് ഫാനും ഈ ഒരു ബാത്റൂമിൽ നൽകിയിട്ടുണ്ട്. സീലിംഗ് ഒക്കെ ചെയ്ത് LED ലൈറ്റോട് കൂടിയാണ് ഈ ഒരു ബാത്റൂമിൽ വരുന്നത്. ഇവിടെയായിട്ടാണ് മുകളിലത്തെ നിലയിലെ രണ്ടാമത്തെ ബെഡ്റൂം വരുന്നത്. ഈ ബെഡ്റൂമിൻ്റെ ഡോറും വുഡിലാണ് ചെയ്തിരിക്കുന്നത്. നോർത്ത് വെസ്റ്റ് കോർണറിലായിട്ടുള്ള ഈ ഒരു ബെഡ്റൂമിൽ 13 അടിയിലേറെ നീളവും 10 അടിയോളം വീതിയുമാണ് ഉള്ളത്. വെസ്റ്റിലേക്ക് വലുപ്പമുള്ളൊരു വിൻഡോയും നോർത്തിലേക്ക് 2 സിംഗിൾ ഡോർ വിൻഡോയുമാണ് നൽകിയിരിക്കുന്നത്. വിൻഡോയുടെ ഫ്രെയിം പാനലിംഗ് ഒക്കെ ചെയ്തിട്ടുണ്ട്. കൂടാതെ ഈ ഒരു ബെഡ്റൂമിലായിട്ട് ഒരു സൈഡ് ടേബിളും നൽകിയിട്ടുണ്ട്. ഒരു കോർണറായിട്ട് മാറി വലുപ്പമുള്ളൊരു വാൾഡ്രോബിനോട് ചേർന്ന് തന്നെ ഒരു ലാപ്ടോപ്പ് ടേബിളും വരുന്നുണ്ട്. ലാപ്ടോപ്പ് ടേബിളിൻ്റെ സൈഡിലായിട്ട് മുകളിലായിട്ട് സ്റ്റോറേജും ഓപ്പൺ ബോക്സും ഒക്കെ നൽകിയിട്ടുണ്ട്. സീലിംഗിലേക്ക് വന്നു കഴിഞ്ഞാൽ സീലിംഗ് വർക്കുകളൊക്കെ ചെയ്ത് LED ലൈറ്റും സ്ട്രിപ്പ് ലൈറ്റും ഒക്കെ കൊടുത്തിട്ടാണ് വരുന്നത്. കൂടാതെ ഒരു കോർണറായിട്ട് മാറി ഒരു ഡ്രസ്സിംഗ് യൂണിറ്റും നൽകിയിട്ടുണ്ട്. ഇവിടെയായിട്ടാണ് ഈ ബെഡ്റൂമിൻ്റെ അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നത്. ഫൈബർ ഡോറാണ് നൽകിയിരിക്കുന്നത്. കയറി വരുമ്പോൾ തന്നെ സെറയുടെ ഒരു വാഷ് കൗണ്ടറും മിററും നൽകിയിട്ടുണ്ട്. ആസ്ട്രലിൻ്റെ ഡൈവേർട്ടറാണ് നൽകിയിരിക്കുന്നത്. എസ്കോയുടെ വാട്ടർ ക്ലോസറ്റ് നൽകിയിരിക്കുന്നു. കൂടാതെ ഹീറ്ററിനുള്ള പോയിന്റും എക്സോസ്റ്റ് ഫാനും നൽകി സീലിംഗ് വർക്കുകളൊക്കെ ചെയ്ത് LED ലൈറ്റോട് കൂടിയാണ് ഈ ഒരു ബാത്റൂം വരുന്നത്. ഇവിടെയായിട്ടാണ് ഈ വീടിൻ്റെ യൂട്ടിലിറ്റി റൂം വരുന്നത്. 10 അടി നീളവും 9.5 അടിയിലേറെ വീതിയുമാണ് യൂട്ടിലിറ്റി റൂമിന് ഉള്ളത്. ഈസ്റ്റിലേക്ക് UPVC വിൻഡോയാണ് നൽകിയിരിക്കുന്നത്. ഒരു കോർണറിൽ നിന്നാണ് മുകളിലെ ഓപ്പൺ ടെറസിലേക്കുള്ള ഡോർ വന്നിരിക്കുന്നത്. കൂടാതെ ഒരു അയണിംഗ് ടേബിളും അത്യാവശ്യം സ്റ്റോറേജ് മുകൾ ഭാഗത്തായിട്ട് ഓപ്പൺ ബോക്സും നൽകിയിട്ടുണ്ട്. ഒരു കോർണറിലേക്ക് മാറിയാണ് വാഷിംഗ് മെഷീനുള്ള പോയിന്റ് നൽകിയിരിക്കുന്നത്. ഈ ഒരു യൂട്ടിലിറ്റി റൂമും LED സീലിംഗ് ലൈറ്റും സ്ട്രിപ്പ് ലൈറ്റും ഒക്കെ കൊടുത്ത് സീലിംഗ് വർക്കോട് കൂടി തന്നെയാണ് വരുന്നത്. ഇവിടെയായിട്ടാണ് ഈ വീടിൻ്റെ ബാൽക്കണി വരുന്നത്. 10 അടിയോളം നീളവും 5.5 അടിയോളം വീതിയുമാണ് ബാൽക്കണിക്ക് ഉള്ളത്. ഹാൻഡ് റെയിൽ SS ഗ്ലാസും ഉപയോഗിച്ചാണ് ചെയ്തിരിക്കുന്നത്. കോർണറായി വരുന്ന പില്ലറിന് മാറ്റ് ഫിനിഷിലുള്ള ടൈലാണ് നൽകിയിരിക്കുന്നത്. ഫാൾ സീലിംഗ് വർക്കൊക്കെ ചെയ്ത് സിലിണ്ടറിക്കൽ ലൈറ്റോട് കൂടിയാണ് ഈ ഒരു ബാൽക്കണി വരുന്നത്. ഇതുകൂടാതെ ഇവിടെയായിട്ട് സ്പേഷ്യസ് ആയ ഒരു ഓപ്പൺ ബാൽക്കണി കൂടി നമുക്ക് ലഭിക്കുന്നുണ്ട്. പ്ലാന്റ്സ് ഒക്കെ വെച്ച് ഒരു ഊഞ്ഞാലൊക്കെ സെറ്റ് ചെയ്ത് വളരെ മനോഹരമായിട്ട് നമുക്ക് ഈ ഒരു സ്പേസും യൂട്ടിലൈസ് ചെയ്യാവുന്നതാണ്.
കാർമൽ ഹോസ്പിറ്റലിലേക്ക് 2 കിലോമീറ്റർ, രാജഗിരി ഹോസ്പിറ്റലിലേക്ക് 4.9 കിലോമീറ്റർ, കാക്കനാടേക്ക് 9.4 കിലോമീറ്റർ, ഇൻഫോ പാർക്കിലേക്ക് 9 കിലോമീറ്റർ, കളമശ്ശേരി മെഡിക്കൽ കോളേജിലേക്കും കിൻഫ്ര ഹൈടെക് പാർക്കിലേക്ക് 3.5 കിലോമീറ്റർ, എടപ്പള്ളിയിലേക്ക് 9 കിലോമീറ്റർ, എയർപോർട്ടിലേക്ക് 15 കിലോമീറ്റർ, കലൂരേക്ക് 14 കിലോമീറ്റർ, ആലുവയിലേക്ക് 4.4 കിലോമീറ്റർ, മെട്രോ സ്റ്റേഷനിലേക്ക് 4.2 കിലോമീറ്റർ എന്നിങ്ങനെയാണ് ഡിസ്റ്റൻസ് ആയി വരുന്നത്. 4 സെന്റ് സ്ഥലത്ത് 1950 സ്ക്വയർ ഫീറ്റിൽ 4 ബാത്ത് അറ്റാച്ച്ഡ് ബെഡ്റൂമുകളും യൂട്ടിലിറ്റി സ്പേസോടും കൂടി ഈ വീടിന് ചോദിക്കുന്നത് 95 ലക്ഷം രൂപയാണ്. ഈ വില നെഗോഷ്യബിളുമാണ്. അതുപോലെ ഈ വീടിന് ഹോം ലോണും അവൈലബിൾ ആണ്. എറണാകുളം ജില്ലയിൽ ഇതുപോലെ മനോഹരമായ വീടുകൾ നേരിൽ കാണുന്നതിനും കൂടുതൽ ഡീറ്റെയിൽസ് അറിയുന്നതിനും വാങ്ങുന്നതിനും കൺസ്ട്രക്ട് ചെയ്യുന്നതിനും ഹോം ലോൺ ഫെസിലിറ്റിക്കും സ്ക്രീനിൽ കാണുന്ന ബുദ്ധ സ്റ്റേറ്റ്സിൻ്റെ നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. എൻ്റെ പേര് നീതു. താങ്ക്സ് ഫോർ വാച്ചിങ്.